നമസ്കാരം. അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കില്ല എന്ന പല്ലവി അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇന്ന് പല നേതാക്കന്മാരുടെയും മനസ്സിലിരിപ്പ് എന്നാണ് ഇ.പി. ജയരാജൻ തുറന്നടിച്ചത്. പല നേതാക്കന്മാർക്കും എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യായിക ഉണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കണം, എം.എൽ.എ ആകണം, മന്ത്രിയാകണം എന്നൊക്കെയുള്ളതാണ് അവരുടെ മോഹം. എന്തുകൊണ്ടാണ് വരുന്ന തലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുവാനുള്ള മാനസികമായ വലിപ്പം ഇവർക്കില്ലാതെ പോയത് എന്നാണ് ഇ.പി. ജയരാജൻ കണ്ണൂരിൽ തന്നെ കണ്ട ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. വരുന്ന തലമുറയ്ക്ക് വേണ്ടി വഴി ഒഴിഞ്ഞു മാറിക്കൊടുക്കണം. നമ്മൾ ഈ രംഗത്തേക്ക് വരുമ്പോഴും അത് തന്നെയായിരുന്നല്ലോ. അന്നുണ്ടായിരുന്ന സീനിയേഴ്സ് വഴി ഒഴിഞ്ഞു മാറി നിന്നതിന്റെ പേരിലാണ് പുതിയ ആളുകൾക്ക്, ഞങ്ങളെ പോലുള്ളവർക്ക് അന്ന് കടന്നു വരാൻ സാധിച്ചത്. ഇന്നിപ്പോൾ 70ഉം 74ഉം അതിനപ്പുറത്തേക്കൊക്കെ പ്രായമായി കഴിഞ്ഞാൽ തീർച്ചയായും രാഷ്ട്രീയത്തിലും വനവാസമുണ്ട്, രാഷ്ട്രീയത്തിലും റിട്ടയർമെന്റ് ഉണ്ട്. രാഷ്ട്രീയ അനുഭാവിയായി, പാർട്ടി അനുഭാവിയായി ജീവിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല, പ്രവർത്തിക്കുന്നതിലും ബുദ്ധിമുട്ടില്ല. എന്നാൽ പാർലമെന്ററി മോഹം ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് ഇ.പി. ജയരാജൻ തന്റെ വാക്കുകളിൽ എടുത്തെടുത്ത് പറഞ്ഞത്. ഇന്നിപ്പോൾ CPM-നകത്തുള്ള മുതിർന്ന പല നേതാക്കളും മത്സരിക്കുവാൻ വേണ്ടി ഓടിപ്പാഞ്ഞ് നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇ.പി. ജയരാജന്റെ ഇത്തരം വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടി വീണ്ടും ഒരു ഇളവ് കൊടുത്തിരിക്കുന്നു. 70 വയസ്സ് കഴിഞ്ഞ ആളുകൾ, 2 ടൈം പൂർത്തിയാക്കിയ ആളുകൾ മത്സരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ പാർട്ടി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 3.0 ആവർത്തിക്കുന്നതിന് വേണ്ടി, തുടർഭരണം നേടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് വീണ്ടും ഒരു ഇളവ് കൂടി നൽകുകയായിരുന്നു പോളിറ്റ് ബ്യൂറോ. അഥവാ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഒരു ഇളവ് കൂടി തനിക്ക് വേണ്ടി പോളിറ്റ് ബ്യൂറോവിനെ കൊണ്ട്, സംസ്ഥാന സമിതിയെ കൊണ്ട് അംഗീകരിക്കുകയായിരുന്നു, കേന്ദ്ര സമിതിയെ കൊണ്ട് അംഗീകരിപ്പിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാർക്കുടെ, മുതിർന്ന നേതാക്കന്മാരുടെ മുഖത്തടിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഇ.പി. ജയരാജന്റെ ഈ മറുപടി വന്നിരിക്കുന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ പാർലമെന്ററി മോഹം ഉപേക്ഷിച്ച് മാറി നിൽക്കണം, പുതുയുഗങ്ങൾക്ക്, പുതിയ രക്തങ്ങൾക്ക് കടന്നു വരാനുള്ള, യുവാക്കൾക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കണം എന്ന് തന്നെയാണ് ഇ.പി. ജയരാജൻ തുറന്നടിച്ചത്. ഇതിനിടയിൽ മാധ്യമപ്രവർത്തകർ മറ്റു ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര നാളായിട്ടും കേരളത്തിൽ നിന്നും ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ലാതെ പോയത് എന്നുള്ള ചോദ്യത്തിന് ഇ.പി. ജയരാജൻ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുത്തിരിക്കുന്നു. എന്തിനാണ് ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ളൊരു ശാഠ്യം മുന്നോട്ട് വയ്ക്കുന്നത്? പുരുഷനായാലും വനിതയായാലും ജനങ്ങളെ നയിക്കാൻ പ്രാപ്തിയുള്ള ആളുകളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരിക്കണം ജനങ്ങളുടെ ഒരു തീരുമാനം, അഭിപ്രായം, വോട്ട് അതിനു വേണ്ടിയുള്ളതായിരിക്കണം. പ്രത്യേകിച്ച് ഒരു വനിത നയിക്കുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ളതല്ല. ആരാണ് കൂടുതൽ ശക്തിയോടുകൂടി, കൂടുതൽ സൗന്ദര്യത്തോടുകൂടി, അതായത് രാഷ്ട്രീയ സൗന്ദര്യത്തോടുകൂടി, രാഷ്ട്രീയ സദാചാര മര്യാദയോടുകൂടി, വികസനോന്മുഖമായ പരിപാടികളോടുകൂടി ഒരു ജനതയെ നയിക്കുവാൻ പ്രാപ്തരായിട്ടുള്ളത്, അവർക്ക് വോട്ട് നൽകി അവരെ ജയിപ്പിക്കണം. അവർ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ ആയി വരട്ടെ എന്നുള്ളതായിരിക്കണം താല്പര്യം. ഒരു വനിതയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഇ.പി. ജയരാജൻ തുറന്നടിച്ചത്. പരോക്ഷമായി കെ ശൈലജയ്ക്കെതിരെ തന്നെയായിരുന്നു ഇ.പി. ജയരാജന്റെ ആ ഒളിയമ്പ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി നിയമസഭയിലേക്ക് എത്തിയ ശൈലജ ടീച്ചർ ആയിരിക്കും മുഖ്യമന്ത്രി എന്നൊരു കിംവദന്തി ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ, അതായത് 2ാം പിണറായി വിജയൻ സർക്കാരിൽ പിണറായി വിജയൻ ഒഴികെ മറ്റ് പഴയ മുഖങ്ങളെ ആരും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മുഖ്യമന്ത്രി ഒഴികെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനും മന്ത്രിസഭയിൽ ഇടം കിട്ടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എന്നാൽ സീനിയർ നേതാക്കളെ എല്ലാവരെയും വെട്ടിയൊതുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പിണറായി വിജയൻ പ്രത്യേകമായി നടപ്പാക്കിയ പരിപാടിയാണ് അത് എന്നൊരു ആക്ഷേപം കൂടി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് കെ ശൈലജ മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇക്കുറിയും കെ ശൈലജയ്ക്കെതിരെ പിണറായി വിജയന്റെ കൃത്യമായ നീക്കം നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മട്ടന്നൂരിൽ നിന്നും തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന കെ ശൈലജയെ CPM-ന്റെ സുനിശ്ചിത മണ്ഡലമായ മട്ടന്നൂരിൽ നിന്നും മാറ്റി പേരാവൂരിലേക്ക് മാറ്റിയിരിക്കുന്നു. പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഹാർഡ് ഡിക്ക് നേടാൻ വേണ്ടി മത്സരിക്കുന്ന ആ മത്സരത്തിൽ ശൈലജ ടീച്ചറെ തോൽപ്പിക്കുവാൻ വേണ്ടിയാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കിംവദന്തി പരന്നിരുന്നു. ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ഇ.പി. ജയരാജനോട് ചോദിച്ചപ്പോഴും അതിന് മറുപടി ഉണ്ടായിരുന്നു. അതായത് പാർട്ടിയുടെ സുനിശ്ചിതമായ മണ്ഡലങ്ങളിൽ ആര് മത്സരിച്ചാലും ജയിക്കും, പാർട്ടിക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ആരെയും ജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ പാർട്ടിക്ക് വെല്ലുവിളി ഉയർത്തുന്ന മണ്ഡലങ്ങളിൽ കൂടുതൽ ജനകീയരായ സ്വാധീനശേഷിയുള്ള നേതാക്കളെ കൊണ്ടുപോയി നിർത്തി ആ സീറ്റ് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പലപ്പോഴും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരുന്നത്. അതുകൊണ്ട് പേരാവൂരിൽ ശൈലജയെ നിർത്തിയത് അവിടെ നിർത്തി തോൽപ്പിക്കാനല്ല, പാർട്ടിക്ക് കൂടുതൽ ജനകീയതയുള്ള, ജനസ്വീകാര്യതയുള്ള ഒരു നേതാവിനെ നിർത്തി, അതുപോലെ പരീക്ഷണാർത്ഥമുള്ള അല്ലെങ്കിൽ കൂടുതൽ പരീക്ഷണം നേരിടുന്ന മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ശൈലജയെ അവിടെ നിർത്തിയത്. കൂടുതൽ ജനകീയ ആയ നേതാവ് എന്ന രീതിയിലാണ് അവരെ അവിടെ നിർത്തിയത് എന്നാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. അതിലും ഇ.പി. ജയരാജൻ പിണറായി വിജയന് കൃത്യമായൊരു കൊട്ടു കൊടുത്തിരിക്കുന്നു. CPM-ൽ ഏറ്റവും കൂടുതൽ ജനകീയതയുള്ള നേതാവിനെയാണ് പരീക്ഷണം നേരിടുന്ന മണ്ഡലങ്ങളിൽ നിർത്തി വിജയിപ്പിക്കുവാൻ നോക്കുക, അല്ലെങ്കിൽ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ നോക്കുക. അതുകൊണ്ട് ജനസ്വീകാര്യതയുള്ള നേതാക്കളെയാണ് അത്തരം മണ്ഡലങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് പറയുമ്പോൾ
എന്തുകൊണ്ടാണ് പേരാവൂരിലേക്ക് പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവിനെ പറഞ്ഞയക്കാതിരുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരം കൂടി ഇ.പി. ജയരാജൻ പറഞ്ഞു വെക്കുന്നു. അഥവാ പിണറായി വിജയന് ഒരു നല്ലൊരു കൊട്ടു കൊടുക്കുന്നു. കാരണം CPM-ൽ പിണറായി വിജയനേക്കാൾ സ്വീകാര്യതയുള്ളത് ശൈലജ ടീച്ചറിനാണ്. അതുകൊണ്ടാണ് പേരാവൂർ പിടിക്കുന്നതിന് വേണ്ടി ശൈലജയെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് എന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു വയ്ക്കുമ്പോൾ ശൈലജയുടെ അത്ര തന്നെ സ്വീകാര്യത പിണറായിക്ക് ഇല്ല എന്നുള്ളൊരു പക്ഷം കൂടി പറയുന്നു. മാത്രമല്ല, ശൈലജയെ പേരാവൂരിലേക്ക് തോൽപ്പിക്കാൻ വിട്ട പിണറായി എടുത്ത തീരുമാനത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇ.പി. ജയരാജൻ നിലകണ്ടു എന്നൊരു ധാരണ കൂടി പിണറായിക്ക് വരുത്തിയെടുക്കുവാൻ ഇ.പി. ജയരാജന്റെ ഈ മറുപടി കൊണ്ട് സാധിക്കും എന്നുള്ളത് ഇ.പി. ജയരാജൻ മനസ്സിലാക്കി. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ കെ ശൈലജയെ പേരാവൂരിൽ പറഞ്ഞയച്ച് മത്സരിപ്പിച്ചതിന്റെ പിണറായിയുടെ പക്ഷത്തു നിന്നുള്ള ന്യായീകരണം പൂർത്തിയാക്കി. എന്നാൽ കെ ശൈലജയെ പോലെ പിണറായിക്ക് ജനകീയ സ്വീകാര്യത ഇല്ല എന്നുള്ളതും ഇ.പി. ജയരാജൻ പറഞ്ഞു വെച്ചു. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ ഇ.പി. ജയരാജൻ മാധ്യമത്തിന് അങ്ങനെ മറുപടി നൽകുകയായിരുന്നു. എന്തായാലും ഇ.പി. ജയരാജൻ പറഞ്ഞ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ അത് ഉൾക്കൊള്ളേണ്ടത് തന്നെയാണ്. അതായത് പാർട്ടിയിൽ പക്വതയും പാകതയും വരുന്നു എന്ന് തോന്നുന്ന ഒരു പ്രായത്തിൽ യുവജനങ്ങൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കണം. 65-70 വയസ്സ് കഴിഞ്ഞ ആളുകൾ തീർച്ചയായും മാറി നിന്ന് യുവാക്കളുടെ പ്രാതിനിധ്യം കൂട്ടുന്നതിന് വേണ്ടി മാറി നിൽക്കണം. മുതിർന്ന ആളുകൾ വേണ്ട എന്നുള്ളതല്ല, മുതിർന്നവരുടെ രാഷ്ട്രീയ പാരമ്പര്യവും സേവന പാരമ്പര്യവും അവരുടെ പരിചയമെല്ലാം പാർട്ടിക്ക് മുതൽക്കൂട്ടായി ഉണ്ടാകണം. എന്നാൽ കൂടുതൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ഉണ്ടാക്കുന്നത്. പാർലമെന്ററി മോഹം മുതിർന്ന ആളുകൾ ഉപേക്ഷിച്ച് കൂടുതൽ കാര്യക്ഷമമായി മറ്റു മേഖലകളിലേക്ക് മാറണം എന്നാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. താൻ അതുകൊണ്ട് തന്നെ പാർലമെന്ററി മോഹം ഉപേക്ഷിച്ചിരിക്കുന്നു, പുതിയ തലമുറയ്ക്ക് വേണ്ടി താൻ വഴിമാറിയിരിക്കുന്നു എന്നാണ് ഇ.പി. ജയരാജൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പിണറായി വിജയനെയും കെ ശൈലജയെയും CPM-നെയും മറ്റു മുതിർന്ന നേതാക്കളെയും എല്ലാം എടുത്തുടുത്തു വാരി അലക്കിക്കൊണ്ട് നടത്തിയ അഭിമുഖം ആണ് ആ മാധ്യമത്തിന് ഇ.പി. ജയരാജൻ കൊടുത്തത്.